ഇതൊക്കെ തങ്ങൾ പാപ്പാന്റെ ഒരു വാക്കാണ്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. ഇപ്പൊ ഞാനൊരു സ്വർണ്ണമോതിരം എത്തി മക്കൾക്ക്, നല്ലൊരു സ്വർണ്ണമോതിരം പുക പവന് എന്താ 90ന്റെ അടുത്ത് എത്തിക്കണം. ആ സമയത്തും ആ ഉമ്മയുടെ സന്തോഷത്തിന് ഒരു സ്വർണ്ണമോതിരം എത്തി മക്കൾക്ക് സമ്മാനിച്ചത് എന്താ? ആ ഉമ്മക്ക് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാര് പ്രയാസം പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പൊ മുക്കാഭാഗം മാറി, അത് ശിഫയായിക്കണു. അള്ളാഹു ഞാൻ മകൾക്ക് തങ്ങൾ പാപ്പടുത്ത് വന്നിരുന്നു. തങ്ങൾ പാപ്പ പേടിക്കേണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊരൊറ്റ വാക്കാണ്. അൽഹംദുലില്ലാഹ് ആ സന്തോഷത്തിന് ആ ഉമ്മ ഒരു എത്തി മക്കൾക്ക് ഒരു മോതിരം സമ്മാനിച്ചു. എത്തി മക്കൾക്ക് ആ ഉമ്മയുടെ സന്തോഷം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് ഞാൻ ഉമ്മക്ക് ഒരു കുഴപ്പം അള്ളാഹു ഇല്ലാതാക്കുമാറാവട്ടെ. ക്യാൻസർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് ആ ഉമ്മയെയും ഞങ്ങളെയും നമ്മളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കും മാറാവട്ടെ. ഞാൻ ശരീരത്തിൽ ആ ഉമ്മയുടെ ഒരു അസുഖം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. എത്രയോ സന്തോഷത്തിലാണ് ഇപ്പൊക്കെ മാറി. ഇനി ഒരു അംശം ക്യാൻസറിന്റെ മറ്റു ആ ഉമ്മയുടെ ശരീരത്തിൽ ഇല്ലാതെ സന്തോഷമായി ജീവിതകാലം ദീർഘായുസ്സോടെ ആ ഉമ്മാക്ക് ഇരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ 100 ചരിത്രം. അപ്പൊ ആ ഉമ്മന്റെ അസുഖം മാറിയതിന് നമുക്ക് കൂട്ടമായിട്ടൊരു തക്ബീർ ചൊല്ലാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, ഇങ്ങനെ കേൾക്കുന്ന നിങ്ങൾക്കും ഫദ്ൽ പറയാൻ അല്ലാഹു ഭാഗ്യം നൽകണേ. അല്ലാഹ് കേൾക്കണോ? ഇന്നലേക്ക് എത്രയോ